യുവർ ഫ്യൂച്ചർ ഈസ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് എന്നുള്ളത്. നമ്മുടെ ഭാവി അപരിചിതരുടെ കയ്യിലാണ്. നമ്മുടെ ഭാവി നമ്മൾ ആഗ്രഹിക്കുന്ന കാറ്, നമ്മൾ ആഗ്രഹിക്കുന്ന പൈസ, നമ്മൾ ആഗ്രഹിക്കുന്ന വീട്, സാമ്പത്തിക സുരക്ഷിതത്വം ഒക്കെ ഇതുവരെ നമ്മൾ കാണാത്ത ആളുകളുടെ കയ്യിലുണ്ട്, അല്ലെ? ഫ്യൂച്ചർ ഈസ് വിത്ത് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരെ കാണലാണ്. എല്ലാ ദിവസവും കാണുന്നവരെ കാണുന്നുള്ളതല്ല. ഡു യു അഗ്രി വിത്ത് മീ? അല്ലെ? ഈ നെഗറ്റീവ് കമന്റ് പറയുന്നവരെ വിതക്കില്ല, കൊയ്യാൻ നടക്കാന്ന് പറയില്ലേ, അവരായിട്ടൊന്നും ഉണ്ടാക്കൂല. ബാക്കിയുള്ളവരെന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിൻ്റെ അടിയിൽ കമന്റ് അടിച്ച് നശിപ്പിക്കാം. ഇൻസ്റ്റഗ്രാമിൽ കുറ്റം പറച്ചിൽ കുറവല്ലേ, ഫേസ്ബുക്കിൽ പിന്നെ എന്തൊക്കെ കമന്റുകളാ. നല്ല കമന്റ് കിട്ടൂട്ടോ. സാറ് മുത്താണ്, കിടുവാണ്, ചക്കരയാണ്, പൊളിയാണ്. ഇനി വേറെ ഉണ്ട്, സാർ എന്തൊരു വേട്ട. They hate themselves. പണ്ട് ഒരു ചായക്കടയിൽ ഇരുന്നിട്ട് ഞങ്ങൾ 8-9 ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് നാട്ടുകാരെ മുഴുവൻ കുറ്റം പറഞ്ഞു. അതിലൊരുത്തൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിരുന്ന ഗ്രൂപ്പിൽ ഒരുത്തൻ അങ്ങോട്ട് പോയപ്പോൾ ബാക്കി എല്ലാവരും ചേർന്ന് അവനെ കുറ്റം പറഞ്ഞു. പിന്നെ വേറെ ഒരുത്തൻ പോയപ്പോൾ എല്ലാവരും ചേർന്ന് അവനെ കുറ്റം പറഞ്ഞു. ഞാൻ അവസാനം കട അടയ്ക്കണവരെ അവിടെ നിന്ന്. കാരണം കട അടച്ച കടക്കാരൻ എന്നെ കുറ്റം പറയും. അവസാനം ഞാനാ പൂട്ടിയതൊക്കെ. തിങ്കളാഴ്ച ജോലി ഉള്ളത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഞായറാഴ്ച നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്നത്. നിങ്ങൾ വിചാരിച്ച് 7-6 ദിവസം ജോലി ചെയ്തത് കൊണ്ടല്ല. അത് മാത്രമല്ല, 50% 6 ദിവസം നമ്മൾ ജോലി ചെയ്തു, സന്തോഷം. 7ാമത്തെ ദിവസം നമുക്ക് ജോലിയില്ല, സന്തോഷം. ആ സന്തോഷം എവിടെ നിന്ന് വന്നെന്നറിയോ? തിങ്കളാഴ്ച നമുക്ക് പോകാനുണ്ടല്ലോ എന്നുള്ളതാണ്. തിങ്കളാഴ്ച പോകാനില്ലെങ്കിൽ ഞായറാഴ്ച ആഘോഷിക്കാൻ പറ്റൂല, ബോറടിച്ചു പോകും. ഇഷ്ടപ്പെട്ടത് മാത്രം ചെയ്യുന്ന ആളല്ല പ്രൊഫഷണൽ. ഇഷ്ടമില്ലെങ്കിലും കമ്പനി റിക്വയർ ചെയ്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പം ഈ ഹോട്ടലിൽ താഴെ റിസപ്ഷനിൽ ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ഒക്കെ നിൽക്കുന്നുണ്ടാവും. നമ്മളെ നോക്കി ചിരിക്കും. കഴിഞ്ഞ ദിവസം ലേമറിഡിയനിൽ ഞങ്ങൾ പോയപ്പോൾ ഇവൻ പറയും, എന്തൊരു സ്നേഹം ആ കുട്ടിക്ക്, എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ പറയും, നീ അവിടെ നിൽക്ക്. ആ കുട്ടി എല്ലാവരും നോക്കി ചിരിക്കാറുണ്ട്. ഒരു പരിചയമില്ലാത്തവർ നോക്കി ചിരിക്കും. അത് ഇഷ്ടമായിട്ടാണോ? അത് ആ കുട്ടിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. എല്ലാവരും നോക്കി ആ റിസപ്ഷനിലുള്ള കുട്ടി ചിരിക്കുന്നു. വിമാനത്തിൽ എയർ ഹോസ്റ്റസ് നമ്മളൊരു വെൽക്കം അത് കാണാത്ത ഒരേ ഒരു സ്ഥലം ഇരിക്കുന്നുണ്ട്. കേറിപ്പോടാ, ചത്തില്ലെങ്കിൽ കാണാൻ ഇറങ്ങുമ്പോൾ. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് വരുന്നത്. ഉദാഹരണത്തിന് കാർ ഓടിക്കുന്നു, തൊട്ട് ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും കാർ ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്ട്രെസ് വരും. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ ഇപ്പുറത്തിരുന്ന് ബ്രേക്ക് ഔട്ടുന്നു. ഇവള് വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് 3ാമത്തെ ദിവസം പുലർച്ചെ എന്നെ ഒരു ചവിട്ടി ചവിട്ടി. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവള് പറയാം, സോറി, ലോറിക്ക് സൈഡ് കൊടുത്തതാ. ഞാൻ പറഞ്ഞു, താങ്ക് യു, എൻ്റെ ജീവൻ രക്ഷിച്ചില്ലേ. നമ്മൾ കാർ ഓടിക്കുന്നു, തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് വിചാരിക്കുക, അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മൾ എങ്ങനെ ഓടിച്ചാലും ഇടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഈ പിശാചിനെ അറിയുന്നുണ്ടെങ്കിൽ പണി, കാരണം അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അയാൾക്ക് സ്ട്രെസ് വരുന്നത്. നിങ്ങൾക്ക് സ്ട്രെസ് വരുന്നു എന്നതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇതിന് അർഹതയുണ്ട് എന്നതാണ്. കാരണം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് കൊണ്ടാണ് ടെൻഷൻ അടിക്കുന്നത്. മനസ്സിലായോ? നമുക്ക് പറ്റുന്ന കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ നമുക്ക് അസൂയാണ് വരിക, സ്ട്രെസ്സാണ് വരിക. നമുക്ക് പറ്റാത്തൊരു കാര്യം വേറൊരാൾ ചെയ്യുമ്പോൾ നമ്മൾ അയാളെ അഭിനന്ദിക്കും. ഉദാഹരണം, അല്ലു അർജുൻ ഡാൻസ് ചെയ്യണ കണ്ടാൽ എനിക്ക് ഒരു അസൂയ ഉണ്ടാവില്ല, കാരണം അത് എനിക്ക് പറ്റില്ല. പരിഹാരമില്ലാത്ത പ്രശ്നത്തെ നമ്മൾ സത്യം എന്നാണ് വിളിക്കുക. ഭർത്താവിന്റെ അമ്മ നിരന്തരം ചീത്ത പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഈ അമ്മയെ കൊണ്ടുപോയി. അയാൾ ചികിത്സിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ സ്ത്രീ പഴയ പോലെയായി, ചീത്ത പറഞ്ഞു തുടങ്ങി. വീണ്ടും ചികിത്സിച്ചു, പഴയ പോലെയായി. പല ആളുകളും കണ്ടു, 8-9 പേരെ കണ്ടു. വീണ്ടും ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ പോയി, ഈ സ്ത്രീ പഴയ പോലെ ഇല്ല. അപ്പൊ ഇദ്ദേഹം ഈ സൈക്കോളജിസ്റ്റ് ഈ സ്ത്രീയോട് പറഞ്ഞു, ഈ മരുമകളോട് പറഞ്ഞു, താങ്കളുടെ മദർ-ഇൻ-ലോ ഇങ്ങനെയാണ്, അതൊരു സത്യമാണ്. ഒക്കെ ആ പ്രശ്നം തീർന്നു. അതായത് ചില പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് കാണരുത്, സത്യമായിട്ട് കാണണം. ഒന്ന് ഇൻറ്റിമേറ്റ് സോൺ ഉണ്ട്. നമ്മുടെ ശരീരത്തിനോട് തൊട്ട്, തൊലിയോട് തൊട്ട് ഉള്ള കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. വൈഫ്, മക്കള്, വളരെ ക്ലോസ് ഫ്രണ്ട്സ്. ഒരു കൈയിൻ്റെ അപ്പുറത്തുള്ളതാണ് പേഴ്സണൽ സ്പേസ്. ആദ്യമായിട്ട് കാണുന്ന ഒരാൾ പേഴ്സണൽ സ്പേസിലായിരിക്കും. ഇൻറ്റിമേറ്റ് സോണിലേക്ക് കയറാതെ ഇരിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്.
ചിലവരുണ്ടല്ലോ ഇങ്ങനെ അടുത്ത് വന്നിട്ടുണ്ട് സംസാരം. പറയാൻ മോളെ സുഖാണോ എന്ന് പറഞ്ഞാൽ സുഖമായിരുന്നു താൻ വരുന്നത് വരെ. ലിഫ്റ്റിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലിഫ്റ്റിൽ നമുക്ക് ഇൻറ്റിമേറ്റ് സോൺ നഷ്ടപ്പെടും. തൊട്ടടുത്ത ആളുകൾ നിൽക്കുക ലിഫ്റ്റിൽ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ആരെയും മുഖത്തേക്ക് നോക്കില്ല. എല്ലാവരും ഒരു കനമുള്ള മുഖമായിട്ട് ഇരിക്കണം. ലിഫ്റ്റിൽ കയറി ശ്രദ്ധിക്കുക, എല്ലാവരും പ്രേതങ്ങൾ പോലെ നിൽക്കും. ചിലവർ മൊബൈലിൽ നോക്കും. തൊട്ടടുത്തുള്ള മുഖത്തേക്ക് പൊതുവെ നമ്മൾ നോക്കാറില്ല. ചിലവർ 5, 6, 7, 8, 9 ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വന്നിട്ട് ഒരു സന്തോഷത്തിൽ വരുന്നതാണ് ആൾക്കാർ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് ആ സോൺ കിട്ടി. സ്റ്റേജിൽ കയറാൻ എന്താ പ്രശ്നം? ഫിയർ എന്തുകൊണ്ട് വന്നു? പറ. തെറ്റോന്നുള്ള പേടി. നമ്മൾ പ്രസംഗിക്കുന്നു എന്നത് മറ്റുള്ളവർ കാണുന്നതല്ലേ നമ്മുടെ പ്രശ്നം? അല്ല, നമ്മൾ പ്രസംഗിക്കുന്നു എന്നത് മറ്റുള്ളവർ കാണുന്നു എന്നത് നമ്മൾ കാണുന്നു. ഞാൻ പ്രസംഗിച്ചു, ഇയാൾ കാണുന്നു, ആ കാണുന്നത് ഞാൻ കാണുന്നു. അതല്ലേ പ്രശ്നം. സൈക്കിൾ ഓട്ടാൻ അറിയുന്നവർ കൈപൊക്കി. സൈക്കിൾ ഓട്ടാൻ അറിയുന്നവർ ആൻസോ. കാർ ഓടിക്കാൻ അറിയുന്നവർ. ബൈക്ക്, നീന്തൽ. ഈ 4 ചെയ്യുമ്പോൾ തെറ്റ് ചെയ്താൽ മരിക്കാനുള്ള സാധ്യത ഉണ്ട് ഇല്ലേ? എന്നിട്ട് ചെയ്തിട്ടില്ലേ? പ്രസംഗിച്ച് മരിച്ചിട്ടുണ്ട്. എന്താന്ന്? അബ്ദുൽ കലാം. എങ്ങനെയാണ് അത് ഓർമ്മ? വൃത്തികെട്ടം മനസ്സിലാവില്ല. ഈ കാലത്തെ പുതിയ സ്കില്ലാണ് അറ്റൻഷൻ ആൻഡ് വിസിബിലിറ്റി. ഇറ്റ് ഹാസ് നെവർ ബീൻ കൺസിഡർ ആസ് എ സ്കിൽ. പൊളിറ്റിക്സിൽ നടക്കുന്നത് മുഴുവൻ അറ്റൻഷനാണ്. ബി ഇറ്റ് ഗുഡ് ഓർ ബാഡ്. നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലതോ മോശമോ പറയും, നിങ്ങൾ എന്നെക്കുറിച്ച് പറയാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത്. റെലവൻ്റ് ആയിരിക്കുക. മമ്മൂട്ടി എങ്ങനെയാണ് ഈ അറ്റൻഷൻ കിട്ടുന്നത്? ദുൽഖർ സൽമാനും മമ്മൂട്ടി ഒരുമിച്ച് വന്നാൽ മമ്മൂട്ടി ആളുകൾ നോക്കുന്നെങ്കിൽ ബീയിങ് റെലവൻറ്റ് ടു ദാറ്റ് ഇൻഡസ്ട്രി. അയാളല്ലേ ഏറ്റവും അപ്ഡേറ്റഡ് ആയി നിൽക്കുന്ന ഒരു മനുഷ്യൻ. ദുൽഖറും മമ്മൂട്ടി ഒരുമിച്ച് പോകുമ്പോൾ ആളുകൾ പറയുന്നത് മമ്മൂട്ടിക്കാണ് കൂടുതൽ അറ്റൻഷൻ എന്നാണ് കിട്ടുന്നത്. അറ്റൻഷൻ ഒരു സ്കില്ലാണ്. നല്ല അറ്റൻഷൻ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെ കഴിവെന്ന് പറഞ്ഞേ മേഡത്തിനൊരു കഴിവ് പറഞ്ഞേ. വെറുതെ പുരുഷന്മാർക്കില്ലാത്ത ഭാര്യമാർക്കുള്ള കുറച്ച് കഴിവുകൾ. ക്ഷമയോ? പുറത്തിറങ്ങി പോകുമ്പോ അതേ ഇതിനും കൂടി കൊണ്ടുപോകും. ക്ഷമയല്ല, ഓർമ്മശക്തി ഏറ്റവും കൂടുതൽ ഭാര്യമാർക്കാ. നമ്മൾ ചെയ്ത എല്ലാ വൃത്തികേടും ഇവർക്ക് ഓർമ്മയുണ്ടാവും. എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് പറയും, തല്ലുകൂടുമ്പോഴത് ഓർമ്മ വരും. അതാണ് രസം. അടി കൂടുമ്പോൾ ഓർമ്മയുണ്ടോ? 8 വർഷം മുമ്പ് ഞാൻ പനിച്ചപ്പോൾ 8 വർഷം മുമ്പ് പനിച്ചപ്പോഴാ. ഇതുപോലെ മറവി അവർക്കാ കൂടുതൽ. ഞാൻ ചെയ്ത ഒരു നല്ല കാര്യം ആ പിശാചിന് ഓർമ്മയില്ല. പിന്നെ പിശാചി ഞാൻ സ്നേഹത്തോടെ വിളിക്കുന്ന കേട്ടോ. ബി ദ ബ്രാൻഡ്, ബി ദ ഫാഷൻ ബ്രാൻഡ് ഓഫ് യുവർ ഇൻഡസ്ട്രി. Apple is a fashion company which makes tech things. Harvard is a fashion company. ഹാർവാർഡ് അക്കാഡമിക്കിനൊക്കെ കൂടുതൽ അവർ ഫാഷനാണ്. കാരണം ഹാർവാർഡ് എന്ന് എഴുതിയ ടീഷർട്ട് $500 million ടീഷർട്ട് അവർ വിൽക്കുന്നു. എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പോൾ ഡോക്ടർമാരിൽ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, കരാട്ടയിലുണ്ടാവും ഈ സെലിബ്രിറ്റീസ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ആ കരാട്ടക്കാരൻ വരും, ഇയാൾ വളരെ സെലിബ്രിറ്റി ആവും, നമുക്കറിയില്ല, അവരുടെ ആൾക്കാർക്ക് അറിയാം. എന്നിട്ട് അവർ ഇയാളെ കണ്ട് രാജേഷ് സൻസായ് അപ്പൊ നമ്മൾ ദേവൻ എന്ന് നമ്മൾക്ക് ചോദിക്കും. നമുക്കറിയില്ല, പക്ഷെ അവർക്കറിയാം. അതായത് ആ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ, പുറത്തുനിന്ന് അറിയണമെന്നില്ല. ആ ട്രൈബിൽ അറിഞ്ഞാൽ മതി. എല്ലാ മേഖലയിലും ഉണ്ട് സെലിബ്രിറ്റി. മോട്ടിവേഷൻസ് ട്രെയിനിങ്ങിലുണ്ട് സെലിബ്രിറ്റീസ്. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം. ബി ബോൾഡ് ടു ബി എലോൺ. ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കായി പോകും. നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിട്ട് പോകുന്ന അവസരമുണ്ട്. എവിടേക്കാ? രാത്രി ഒറ്റയ്ക്കാ ബാത്റൂമില്. ശരിയാ? വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ച് തരുമോ? ഇല്ല. ബാത്റൂമിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റയ്ക്കാണ്. വിവാഹം കഴിക്കുമ്പോൾ താലി കെട്ടാൻ ആരെങ്കിലും സഹായത്തിന് പിടിക്കാൻ പറ്റുമോ? എടാ വിറച്ചിട്ട് വയ്യ, നീയും കൂടി ഒന്ന് കെട്ടടാ എന്ന് പറയാൻ പറ്റൂ? ഇല്ല. പീപ്പിൾ കം ടു അവർ ലൈഫ് ഫോർ എ റീസൺ, ഫോർ എ സീസൺ ആൻഡ് സംടൈംസ് ഫോർ ലൈഫ് ടൈം റിലേഷൻഷിപ്പിന് വരും. ചിലവർ ചില കാരണങ്ങൾ കൊണ്ടുവരും, ചിലവർ ചില സീസണിൽ വരും. ചില സീസണിൽ ചിലവർ വരും, അവർ വിട്ടുപോകും. ചില റീസണിൽ വരും, ചില കാരണങ്ങൾ കൊണ്ടുവരും, അവരും വിട്ടുപോകും. നമ്മളൊറ്റയ്ക്ക്
ഒറ്റയ്ക്കൊക്കെ വൈബ് ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് റിഫ്ലക്ഷൻസ് നടക്കുക, സെൽഫ് അവയർനെസ് പറയും. ഞാൻ ആരാണ്, ഞാൻ എങ്ങോട്ട് പോകുന്നത്, എന്താണ് എൻ്റെ ശക്തി, എന്തൊക്കെ ഉണ്ട്, എൻ്റെ ജീവിതം എങ്ങനെ പോയാൽ മതിയോ, ഇത് ചിന്തിക്കണേ. ഡെയിലി കുറച്ച് നേരമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണം. ബോയ്സിന് ഒരു കഴിവുണ്ട് കേട്ടോ, ഈ ബൈക്ക് ഓടിക്കലൊക്കെ ഇവരുടെ കഴിവാ. 2 ബസ്സിന്റെ ഇടയ്ക്ക് ബ്ലേഡ് വെക്കാന്നാ പറയാം, ബ്ലേഡ് വെക്കാം. അതായത് ഒരു ബ്ലേഡിന്റെ സ്പേസ് ഉണ്ടാവുള്ളൂ, ഒരു തരി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയ മൊത്തം ബ്ലേഡ് വെച്ച പോലെ ആ നമ്മൾ പറക്കും, തിരിക്കും, കറക്കും, പൊക്കും. ഇത് നമ്മളോട് പറയാം വണ്ടി ഓടിക്കണ്ടാവും, അതെങ്ങനെ ശരിയാവും? അപ്പൊ നമ്മളാലേക്ക് അമ്മാവനെയൊക്കെ കഴിവ് നമുക്കുണ്ടല്ലോ, പക്ഷേ ആ വണ്ടി എത്ര സ്പീഡിൽ പോകണം, എപ്പോൾ നിർത്തണം, ഇപ്പോൾ ഓവർടേക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഇമോഷണൽ പക്വത ആവണമെങ്കിൽ നിങ്ങളൊരു 18-20 വയസ്സാവണം. ഇത് ചുകന്നിരിക്കുക. ഇപ്പൊ ബൈക്കുകൾ കയറ്റിയിട്ട് നമ്മളിങ്ങനെ പതുക്കെ പോകുമ്പോൾ ഒരുത്ത വന്ന് സൈങ്ങോട്ട് പോയാൽ നമ്മൾ അവന്റെ പുറകിലാണ് എവിടേക്കായി പോണത്. കുറെ കഴിഞ്ഞ ആംബുലൻസിന് ബിൽഗേറ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, ഞാൻ മടിയന്മാരെ ജോലിക്ക് എടുക്കും. എന്താ കാരണം? എൻ്റെ ജോലി എളുപ്പത്തിൽ ചെയ്യാനുള്ള, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി അവൻ കണ്ടുപിടിക്കും. ഇത് നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ല കേട്ടോ. ആ പറയും, നേരത്തെ പറഞ്ഞ ബാക്കി പറഞ്ഞില്ല. ഏതാ? പണിയെടുക്കാതെ പൈസ കൊടുക്കുന്നു. അത് പറയാ ഞാൻ ഒരു സാധനം എവിടെ ഇട്ടിട്ട് പോവില്ല. ചില അത് മാറ്റാനാ ഞാൻ വന്നത് ഇന്ന്. ആൺകുട്ടി പെൺകുട്ടിയെ നോക്കണം, പെൺകുട്ടി ആൺകുട്ടിയെ നോക്കണം. നോക്കാതിരുന്ന എന്തോ പ്രശ്നമുണ്ട്. ഒരു പെൺകുട്ടി പറയണം ഞാൻ എനിക്ക് ആൺപിള്ളേരെ കണ്ടുകൂടാ. ഒരു ആൺകുട്ടി പറഞ്ഞു ഞാൻ പെൺപിള്ളേരെ നോക്കാറേ ഇല്ല. 2 എണ്ണത്തിനെയും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ആൺകുട്ടി നിനക്കില്ല, ആ അസുഖം ഇല്ല. അവൻ അങ്ങനെ ഒരു അസുഖം ഇല്ല എന്ന് മാത്രമല്ല ആ കണ്ണൊക്കെ വിടർത്തി നോക്കും. അതൊക്കെ ഉണ്ടാവും. പ്രണയം തോന്നും. പക്ഷെ സമയം വെറുതെ ഇവിടെ ഫോണില്ലല്ലോ. പല കോളേജുകളിലും ഈ എന്തോരം സമയം എന്ത് ഈ കുട്ടി ഇത് കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, ഇട്ടിട്ടില്ല. തിയേറ്ററിൽ ഇരുന്ന് കൂക്കുക. കറണ്ട് പോയാ എന്തിനാണ് ദൈവത്തിനറിയാം. കറണ്ട് പോയ കൂവുന്നു. ആരും ഉള്ളടാ നീ തന്നെ. നമുക്ക് അങ്ങനെ പ്രതിഷേധമുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ട്രാഫിക് ബ്ലോക്കിൽ ലൈനായിട്ട് നിൽക്കുമ്പോൾ സൈഡിൽ കൂടെ കുത്തി കയറുന്ന ഒരുത്തുണ്ടാവും. പിന്നെ എന്തൊക്കെയാ അങ്ങനെ നമുക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങൾ. ഹോണടി വെറുതെ അങ്ങനെ അടി. ഞാനെന്താ ചെയ്യാന്നറിയോ, എൻ്റെ ബാക്കിൽ ആവശ്യമില്ലാതെ ഹോണടിച്ചാൽ അവന് സൈഡ് കൊടുത്തിട്ട് വിടും. എന്നിട്ട് അവൻ്റെ ബാക്കിൽ പോയിട്ട് അടിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്വഭാവം അത്. കുറേ കഴിയുമ്പോൾ അവന് മനസ്സിലാവും ഇത് വിഷമുള്ള പരിപാടിയാണ്. കുറച്ച് കഴിയുമ്പോൾ ടാറ്റ കൊടുത്തിട്ട് വിടും. ഞാൻ അടിക്കും അടിച്ചുകൊണ്ടിരിക്കും. ഇത് അനുഭവിച്ചാലും അറിയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാം, പിടിച്ചു കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ട് കാറിന് മുമ്പിൽ ഇങ്ങനെ ചെവി വെച്ചിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് മനസ്സിലാവും ഓ ഇത് കുറച്ച് വിഷമുള്ള പരിപാടിയാണ്. അവൻ്റെ വിചാരം അവൻ്റെ ഹോണിലാണ് എൻ്റെ വണ്ടി പോണെന്നാ. കേട്ടിട്ടില്ലേ, നിന്റെ ഹോണല്ല എൻ്റെ ആക്സിലേറ്റർ. ഇത് വെപ്രളപ്പെടുത്തും, എന്നിട്ട് അപകടം ഉണ്ടാക്കും. ചിരിക്കുമ്പോഴും കരയുമ്പോഴും ഭംഗി നോക്കരുതെന്ന് പറയാം. നമ്മൾ കരയുമ്പോൾ ഭംഗി നോക്കാറുണ്ടോ? ഇല്ല. ചിരിക്കുമ്പോഴും നോക്കരുത്. ചിരിയാണ് നമ്മുടെ മുഖത്തിടാവുന്ന ഏറ്റവും മനോഹരമായ ആഭരണം. ചിരിക്കുക. എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ ഇഷ്ടമുണ്ട്. കാരണം എന്താ പറയുക, ഇരിക്കുന്നവരൊക്കെ ചിരിച്ച് സന്തോഷിച്ചിരിക്കുന്നു. എടോ ഇതിനൊക്കെ ഒരു ടൈമിംഗ് ഉണ്ട് കേട്ടോ. എമ്മാതിരി ടൈമിങ്ങിലേ. ഡൈവോഴ്സ് യുവർ പേരൻസ് നമ്മുടെ നാട്ടിലേ ഉള്ളൂ. ഈ +2 പഠിക്കുമ്പോഴും ഈ കംപ്ലീറ്റ് ചെലവ് പേരൻസ് തരുന്നൊരു പരിപാടി. നിങ്ങളൊക്കെ ഞങ്ങളോട് പറയും വിദേശങ്ങളെ കണ്ടുപിടിക്കൂ. വിദേശത്ത് എന്തൊരു ഫ്രീഡമാണ്. അപ്പോൾ നമ്മൾ പറയും വിദേശത്ത് അച്ഛനമ്മയും മക്കളെ നോക്കാറില്ല, നിങ്ങൾ സ്വന്തമായി പണിയെടുത്തു. അത് വേണ്ട, ആ വിദേശം നമുക്ക് വേണ്ട. സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? കേക്ക് ഉണ്ടാക്കും. ആഹാ, ഒന്ന് എഴുന്നേറ്റ് നിന്ന്. എക്സലന്റ്. സി നമ്മുടെ ഡിസിഷൻസും നമ്മുടെ മോട്ടിവേഷനും നമ്മുടെ തീരുമാനം ഒക്കെ ഇറ്റ് ഈസ് എൻവയോൺമെന്റലാണ്. ചില സ്ഥലത്ത് പോയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടിവേറ്റഡ് ആവും. ചില ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു വൈബ് കിട്ടും. ചില സ്ഥലത്ത് പോയാൽ അതൊക്കെ ഡൗൺ ആവും. ചിലവരുണ്ട്
അയ്യോ മൊത്തം പരാതി പറയാ, ടെൻഷൻ. ഒരു വിഷമം നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അവരെടുത്ത് 2 വിഷമമുണ്ട്. അപ്പം നമുക്ക് മൊത്തം എത്ര വിഷമായി? ഇനി വേറെ കുറച്ച് പേരുണ്ട് വിഷമം വിൽക്കാൻ നടക്കുക, ടെൻഷൻ വിൽക്കുന്നവരുണ്ട്. എക്സാമിന് മുമ്പ് പഠിച്ചോ ഇല്ല, മനസ്സിലായോ? എൻവയൺമെന്റിലാണ് ചേഞ്ച് വരുത്തേണ്ടത്. പിന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റും. ടെൻഷനും സ്ട്രെസ്സും വ്യത്യാസമുണ്ട്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ടെൻഷൻ അടിക്കുക, വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് സ്ട്രെസ് അടിക്കുക. കഴിഞ്ഞു പോയി, അയ്യോ കുറച്ച് പൈസ കൊണ്ടുപോയി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇടായിരുന്നു എന്നാണ് ഇയാൾ 5 വർഷമായിട്ട് പറയുന്നത്. ഇനിയും പറയാതെ തന്നെ കഴിഞ്ഞു പോയത് നമുക്കത് ചെയ്യാമായിരുന്നു. ഇതാണ് ടെൻഷൻ. സ്ട്രെസ്, ആങ്സൈറ്റി എന്ന് പറയുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം, അതിൽ ഏറ്റവും ബെസ്റ്റ് മൊമെന്റും ആക്സെപ്റ്റ് ചെയ്യുക, ഏറ്റവും വേഴ്സ്റ്റ് മൊമെന്റും മുൻകൂട്ടി കണ്ടിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. വാട്ട് ഇഫ് യു വിൻ? ബെസ്റ്റ് മൊമെന്റ് എന്തായിരിക്കും? ഇമാജിൻ ഇറ്റ് ആൻഡ് ആക്സെപ്റ്റ് ഇറ്റ്. വാട്ട് കുഡ് ബി ദ വേഴ്സ്റ്റ് മൊമെന്റ് ഇഫ് യു ഫെയിൽ? എന്താണ്ടാവുക? അമ്മ അച്ഛനും പറയും, ഇനിയും പോണോ, ഡിഗ്രിക്ക് പോകാമായിരുന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്, എന്നെ കൊണ്ടത് പറ്റൂല എന്ന് മനസ്സിലായില്ലേ? ഇത്രയൊക്കെയല്ലേ സംഭവിക്കാൻ പോണുള്ളൂ. ഫോർവേഡ് കരിയർ പ്ലാനിങ്, ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് എന്ന് പറയും. ഫോർവേഡ് കരിയർ പ്ലാനിങ് എന്താണ്? 10th കഴിഞ്ഞു, +2 പോകുന്നു, +2 കഴിയുമ്പോൾ ചിന്തിക്കും ഇനി എങ്ങോട്ട് പോകണം, ഡിഗ്രിക്ക് പോകണം, ഡിഗ്രി കഴിയുന്ന സമയത്ത് ചിന്തിക്കും PGക്ക് ഇനി എവിടെ പോകണം. ഇതാണ് ഫോർവേഡ് കരിയർ പ്ലാനിങ്. ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ് ഉണ്ട്. അതായത് നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷൻ ആദ്യമേ തീരുമാനിച്ചു വെച്ചിട്ട് അതിൻ്റെ പുറകിലേക്ക് നമ്മളെ തന്നെ ഡിസൈൻ ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഇതാണ് ബാക്ക്വേർഡ് കരിയർ പ്ലാനിങ്. ഏതായിരിക്കും ബെറ്റർ? ബാക്ക്വേർഡാണ്. കാരണം നമുക്ക് ഐഡന്റിറ്റി ക്രിയേഷന് ഒരു ക്ലാരിറ്റി ഉണ്ട്. ഫോർവേഡിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. ഒരുത്തൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക, രാത്രി 10:30 വിളിക്കുന്നു, ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ കിടന്നുറങ്ങിക്കോ. ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ആലോചിക്കേണ്ടത് PG എന്താണ് ചെയ്യേണ്ടതെന്ന്? പെൺകുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആണ് വേണ്ടത്, സ്വന്തം കാലിൽ നിന്നിട്ടുള്ള കളിയാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളൊക്കെ പുറത്തു പോണത്? ഇവിടെ ഈ സദാചാരവും നോട്ടവും. ഒരു സ്ത്രീ വരുമ്പോൾ നോക്കണുണ്ട്, ചിലവർ പിന്നെ പുറകിൽ നോക്കുന്നുണ്ട്, അത് അവരറിയില്ല. ആളെ കിട്ടി. ഞാൻ പല ട്രിക്ക് ഉപയോഗിക്കും, അതിൽ വീഴരുത് കേട്ടോ. ആളെ കിട്ടി. നിങ്ങളിനി നടന്നു പോകുമ്പോൾ ഒരു ക്യാമറ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പോയാൽ മതി. അല്ല, നിങ്ങളല്ല, കസ്റ്റമറെ നോക്കുന്നത് പറഞ്ഞില്ലേ നേരത്തെ, ഒരു നോട്ടം മതി നമ്മൾ മോശക്കാരനാണെന്ന് തെറ്റിദ്ധരിക്കാൻ. ഇവിടെ നോക്കേണ്ട, കണ്ണിൽ നോക്കേണ്ടത് ഒരു 30 ഡിഗ്രി താഴെ നോക്കിയാൽ, അങ്ങനെ നോക്കിയാൽ തീർന്നു, നമ്മളെ കസ്റ്റമർ സർവീസ് കൊളായി. ഇന്ത്യയിൽ മദർ ഹോർലിക്സ് എന്ന് പറഞ്ഞൊരു സംഗതി ഇറക്കി, അമ്മമാർക്കുള്ള ഹോർലിക്സ്. പക്ഷെ കമ്പനി അത് നിർത്തി, കാരണം അതിനൊട്ടും ചെലവില്ലാതിരുന്നു. അപ്പൊ അവരതിന്റെ സ്റ്റഡി നടത്തിയപ്പോൾ അതിന് കണ്ടുവച്ച കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവസാനം ബില്ല് കൂടുതലായി തോന്നുമ്പോൾ ഈ അമ്മ മാറ്റിവെക്കുന്നത് അമ്മയ്ക്കുള്ള ഹോർലിക്സാണ്. ബാക്കിയുള്ളവർക്കൊക്കെ വാങ്ങിച്ചിട്ട് സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ആ ഹോർലിക്സ് അമ്മ തിരിച്ചു കൊടുക്കുക. അപ്പൊ ആ അമ്മമാരുടെ ഇമോഷൻ അതാ, എനിക്ക് വേണ്ടി അല്ല, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നടക്കട്ടെ, അവരുടെ ബില്ല് നമുക്കൊരു പ്രശ്നമില്ല. കുട്ടിക്ക് 2000 രൂപയുടെ ടോയ് വാങ്ങിച്ചിട്ടുണ്ടാവും, പക്ഷേ സ്വന്തം ആരോഗ്യത്തിന് ഹോർലിക്സോ അത് ഉപകാരമുണ്ടോ ഇല്ല എന്നുള്ള വേറെ ചർച്ചയാണ്, പക്ഷെ അത് വാങ്ങിക്കില്ല. ഇതുപോലെ ഇരിക്കുന്ന പലരും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് സ്വന്തം കാര്യം നോക്കാൻ മറന്നിട്ടുള്ള ഒരു പേഴ്സണൽ ടൈം കുറഞ്ഞിട്ടുള്ള ആളുകളുണ്ടാവും. പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞൊരു സംഗതിയും പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് സ്വന്തത്തിനൊരു സമയം കൊടുക്കാത്തൊരവസ്ഥ ഉണ്ടാവും. ഒന്ന് ഒറ്റയ്ക്കിരുന്ന് സ്വന്തം കാര്യം നോക്കാൻ പഠിക്കണം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിന്ന കളിയാക്കാൻ ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ടാവും. യെസ് ഓർ നോ? നമ്മുടെ സ്വപ്നങ്ങൾ കേട്ടിട്ട് വേറൊരാൾ ചിരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്ക് എന്തോ തകരാറുണ്ടെന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. കൊടുത്താൽ കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ പുറത്തിറങ്ങുമ്പോൾ ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കുന്നു, ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഇന്നലെ കോട്ടയത്ത് കൂടെ വെറുതെ നടന്നോ, കെട്ടിപ്പിടിക്കും ആൾക്കാർ വന്നിട്ട്. എല്ലാം പുരുഷന്മാരാണ്, അതിൻ്റെ ഒരു വിഷമം നമുക്ക്. സ്ത്രീകൾ എനിക്ക് വേണ്ടേ മോട്ടിവേഷൻ? പൈസ വാങ്ങിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു മിഠായി തെരുവിൽ ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ഓട്ടോറിക്ഷക്കാരൻ പൈസ വാങ്ങിച്ചില്ല. അയാളുടെ മകൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തോ മാറ്റം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരൻ പൈസ വാങ്ങിച്ചില്ല. അങ്ങനെ ജ്യൂസ് കടയിൽ കയറി, അയാളും പൈസ വാങ്ങിച്ചില്ല. എനിക്കങ്ങോട്ട് ആവേശം കയറി, ഒരു ഹോട്ടലിൽ കയറി, മൂക്ക് മുട്ടടിച്ചു. ആ പിശാശി പൈസ വാങ്ങിച്ചു.
പൈസ കൊടുക്കുന്നതന്നെയാണ് നമുക്ക് ഇഷ്ടം. നമ്മളറിയാതെ പല പ്രൊഡക്റ്റിനെയും നമ്മൾ വാദിക്കും. ഐഫോണുകാരുടെ കരച്ചിൽ കേൾക്കണം, ഭയങ്കര രസമാണ്. പാവങ്ങളാണ്, പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാല് എന്നിട്ട് നമ്മളെ മുമ്പിൽ വെറുതെ ന്യായീകരിക്കുക, നമ്മൾ ആൻഡ്രോയിഡ് മുത്തണല്ലേ. ആൻഡ്രോയിഡ് ഐഫോണിൽ പ്രശ്നമുണ്ട്, നമ്മളെ യഥാർത്ഥ മുഖം അതിൽ കാണും, നമുക്ക് ഉള്ള മൂടങ്ങോട്ട് പോകും. അത് ആൻഡ്രോയിഡ് വെളുപ്പിച്ചു മുത്തായിട്ട് തത്തമ്മ ചുണ്ടൊക്കെ ഇങ്ങനെ ചുണ്ട്. ആൾക്കാർ സെൽഫി എടുക്കാൻ വരുമ്പോൾ ഞാൻ ഓരോന്നിലും ഓരോ തരം അല്ല. ഐഫോണിന് വീഡിയോ അടിപൊളിയാണ് ഐഫോൺ. അപ്പൊ ഐഫോൺ ടീം ഇമോഷണലാണ്. എന്ത് ഇമോഷനാന്ന് ദൈവത്തിന് അറിയാം. അവര് പെട്ടിട്ട് ഇപ്പൊ 15-ന് ഇവരെ ഒരു ബഹളം ഉണ്ടാവട്ടോ. എന്തൊക്കെ വന്നാലും എങ്ങനെ പറ്റിക്കപ്പെട്ടാലും ഇവര് സെപ്റ്റംബർ 12-ാം തീയതി ആൾ പോയിട്ട് ഐഫോൺ 15 വാങ്ങിക്കും. ഞാനും വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഉണ്ട് ഈ സാധനം ഐഫോൺ. എവിടെ നമ്മുടെ ഫോണ് അതായിരിക്കണം. ഇത് ഗതികേട് കൊണ്ട് വാങ്ങിക്കണം, വേറെ വഴിയില്ല. 40 വയസ്സ് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്കൊരു കൗമാര കാലഘട്ടം വരാനുണ്ട്. ഇത് നമ്മുടെ 2ാം കൗമാരമാണ്. കുറച്ചുകൂടി പൈസയുണ്ട്, വിവരമുണ്ട്, അനുഭവമുണ്ട്. ഈ സമയത്താണ് ഒരു രസം. പ്രേമൊക്കെ തോന്നും. ഭാര്യയോട് മാത്രം തോന്നും, ഭർത്താവിനോട്. എൻ്റെ ഭാര്യയോട് ആരുടെ ഇയാളെ കൂടി ഞാൻ വഴി തെറ്റുമെന്ന് എൻ്റെ പേര്. ഭയങ്കര പവർഫുൾ സമയം 40+. ഇന്ത്യയിലെ പുരുഷൻ സമ്പാദിച്ചു തുടങ്ങുന്നത് 40-കളിലാണ്. 40-ലാണ് നമ്മുടെ ജീവിതത്തിന്റെ രസം വരുന്നത്. 72 വയസ്സാണ് മമ്മൂട്ടിക്ക്. എന്താ അയാളുടെ അവസ്ഥ എന്നാലും ചെയ്യുക. അയാൾ ഇപ്പോഴും അടുത്ത 5 വർഷത്തിന് ബുക്കിടാണ്. എൻ്റെ ഫാദറിന് 65 വയസ്സാണ്, ക്ഷീണിതനായിപ്പോയി. ഞാൻ പറഞ്ഞു മമ്മൂട്ടിയെ കണ്ടുപിടിക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ പോലെ ഇല്ലെങ്കിലും മമ്മൂട്ടിയെ പോലുള്ള ഒരു മകൻ എനിക്കുണ്ട് എന്നിങ്ങനെ.